ഇവന്മാര് ഒടുക്കത്തിലാകാണല്ലോ. നാളത്തേക്ക് ഒരു എപ്പിസോഡ് കിട്ടുമോ? ബി പേഷ്യന്റ്. നോക്കാം. ആ നോക്കാം. ടി.സി, ഇതിൽ വേറെ കളിയുണ്ടോന്നൊരു സംശയം. എൻ്റെ ഒരു തോന്നലാണ്. ഇപ്പം പാർട്ടിക്കും പോൾസിനും അറിയാം ഞാനല്ല ഇത് ചെയ്തതെന്ന്. പക്ഷെ ഇലക്ഷൻ കഴിയുന്നവരെ തൽക്കാലം ഇതെൻ്റെ തലയിലിരിക്കട്ടെ എന്നാണെങ്കിലോ? അല്ല, ഞാനെങ്ങാനും ജയിച്ചാലോ? ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അന്വേഷണം വഴിമാറി ഒറിജിനൽ പ്രതിയെ പിടിച്ച പോരെ? നീ എന്താ ആലോചിക്കണത്? മുഖത്ത് ഓരോമനത്തൊക്കെ ഉണ്ട്, പക്ഷെ പെരുമാറ്റത്തിൽ ഒട്ടുമില്ല. നമ്മളെ അവളെ ഹല്ലേലൂയ ഹെലന നടപ്പില് ചെറിയൊരു സ്ത്രീയാണത്, പക്ഷെ അതും സംസാരത്തിലില്ല. കള്ളിയൊന്നുമല്ല, പക്ഷെ കെട്ടാൻ പറ്റിയ ടൈപ്പ് അല്ല രാമനുണ്ണി. താൻ വേണേ ടൈം പാസിനൊന്ന് വളച്ചു, അത് മതി. ഓ കഴിഞ്ഞു. വളച്ചു കഴിഞ്ഞാൽ അവള് തന്നെ വിടില്ല. താൻ തന്നെ നൈസായിട്ട് ഊരിക്കണം, അതാ ബെസ്റ്റ്. ഉവ്വ്, അത് ഞാൻ ഊരിക്കോളാം. ആദ്യം ഞാൻ ഈ കേസിൽ നിന്നൊന്നും ഊരിക്കോട്ടെ. ഓക്കെ, പറ. അപ്പൊ ഊരാനുള്ള വഴി കണ്ടുപിടിച്ചോ? എന്നോട് പറ. കേൾക്കാനുള്ള വെളിവുണ്ടോ തരും എനിക്ക്? പിന്നെ ഒരു പെഗ്ഗർ അടിച്ച് ഞാൻ ഫ്രഷ് പിസ്സ. അവിടെ ആക്കടാ. പോയി കുളിച്ചിട്ട് വന്നേ. ഈ വെളുപ്പിന് 2 മണിക്ക് കുളിക്കുക ഞാനൊന്നുമില്ല. ആഹാ, 2 മണിക്ക് കുളിക്കാൻ പറ്റിയൊരു കുളിയുണ്ട്. വാ. ആ വൃത്തിയോട്ടം പറഞ്ഞു കേട്ടോ, കെട്ടാൻ പറ്റിയ ടൈപ്പ് അല്ലെന്ന്. അവൻ എന്താ ഉദ്ദേശിച്ചത്? കൂൾ ഡൗൺ ബേബി, കൂൾ ഡൗൺ. നല്ല സുഖം. നല്ല സുഖമുണ്ട്. ഒന്നുകൂടെ മുക്കിയോ? ഒന്നുകൂടെ. രാമണ്ണി, ഇപ്പൊ ഞാൻ ഓക്കെ ആയി. ഇനി പറഞ്ഞോ. കൊന്നത് ആരായാലും എന്തിനായിരിക്കും കൊന്നത്? കൊല്ലാൻ വേണ്ടി. ഒന്നുകൂടി തലാനിച്ചേ. എടോ, ഞാൻ കഴിഞ്ഞാ പിന്നെ മോഹനെ കൊല്ലാൻ വേണ്ടി ആർക്കൊക്കെ ആയിരിക്കും ഇത്ര കലിപ്പുണ്ടാവുക? അയാള് കുറെ പേരെ കൊല്ലിച്ചിട്ടുള്ളതല്ലേ, അവരുടെയൊക്കെ ആരെങ്കിലും ആയിരിക്കും. അവരാരെങ്കിലും ആണെങ്കിൽ സൈലൻസർ വെച്ച് തോക്ക് വെച്ച് ഇത്ര പ്ലാൻഡ് ആയിട്ട് കൊല്ലൂ? നാട്ടാചാരപ്രകാരം വെട്ടിയോ കുത്തിയാലോ കൊല്ലൂ. എൻ്റെ തോക്കൊഴിച്ച് ബാക്കിയെല്ലാം സറണ്ടർ ചെയ്തിരിക്കുന്നുണ്ട്. മോഹനെ കൊന്നത് കള്ളത്തോക്ക് ഉപയോഗിച്ചാണെന്നുള്ളത് ഉറപ്പാ. അപ്പൊ ഈ ബുള്ളറ്റ് സ്യൂട്ടാവണ്ടേ? എടോ മന്ദബുദ്ധി, ഒരു .32 റിവോൾവറിലെ ബുള്ളറ്റ് ഏത് ബ്രാൻഡ് .32 റിവോൾവറിലും സൂട്ടാവും. കാറ്ററിജ് എല്ലാം സ്റ്റാൻഡേർഡ് സൈസാ. ഓഹോ, അപ്പൊ ഇത്ര ഉള്ളി ബാലിസ്റ്റിക്സ്. മോഹനെ കൊല്ലുകയും വേണം, എന്നെ പെടുത്തുകയും വേണം. ഇത് രണ്ടും ഒരുപോലെ ആവശ്യമുള്ളത് ആർക്കാ? രാമനുണ്ണി, അപ്പൊ താൻ പറഞ്ഞു വരുന്നത് അവൻ തന്നെ, ഉദയഭാനു. വേറെ ആർക്കാടോ മോഹനോട് ഇത്ര ദേഷ്യം ഉണ്ടാവുക? വെട്ടിച്ചതറിച്ചിട്ട് മുറി കൂടി തിരിച്ചു വന്നില്ലേ? അപ്പോഴാണ് അവൻ്റെ തലയ്ക്ക് മീതെ കൂടി എന്നെ പ്രതിഷ്ഠിക്കുന്നത്. സഹിക്കാൻ പറ്റുമോ? ഇതവൻ തന്നെയാ, അതുറപ്പാ. ഒന്നെങ്കിൽ അവൻ, അല്ലെങ്കിൽ സുധി, അതും അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന്. ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ അന്ന് രണ്ടുപേരും ഉണ്ടായിരുന്നിരിക്കണം. ഉദയഭാനു ഗാലറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ റിസർവേഷൻ ചാർട്ട് പരിശോധിച്ചപ്പോൾ പോൾസൺ ദേവസി എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല? ഒന്നുകിൽ പോൾസിൻ്റെ അശ്രദ്ധ, അല്ലെങ്കിൽ ഉദയഭാനു സ്വന്തം പേരിലായിരിക്കില്ല സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ചാർട്ട്? അവരോട് ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ? ചാനലിൽ വീഡിയോ ഉണ്ടാവില്ലേ? അതൊന്നും അല്ലെങ്കിൽ എത്രയോ പേര് സെൽഫിയും വീഡിയോ എടുത്തുണ്ടാവും. അതിൽ നോക്കി അറിഞ്ഞൂടെ? ആരാടോ നോക്കേണ്ടത്? കിരീടം എടുത്ത് എൻ്റെ തലയിലെടുത്ത് വെച്ചെന്നിട്ട് പോലീസ് മെഡലിൽ സ്വപ്നം കണ്ട് കുത്തിയിരിക്കുകയല്ലേ ആ DVSP പോൾസൺ ദേവസി. അജയ്, ഇവിടം വരെ. ടിൽ ഹിയർ. നെക്സ്റ്റ് എപ്പിസോഡ്. എവിടെ മുതൽ? ഫ്രം ദ ബിഗിനിങ്. ബട്ട് ഇടയിൽ എന്നെ കുറിച്ചുള്ള കമന്റ്സ് സ്കിപ്പ് ചെയ്യണം. ഹേ, അതൊന്നും പറ്റില്ല. പ്രോഗ്രാമിന്റെ ജെനുവിനിറ്റി കൂട്ടുന്ന ഐറ്റമാ. നിന്റെ പേരൊന്നും പറയുന്നില്ലല്ലോ, പിന്നെന്താ? അത് ശരിയാ, പക്ഷെ അച്ഛന് ചിരിക്കാനുള്ള വകയാവും. ചിരിക്കാനുള്ളതാണോ അതോ ആശ്വസിക്കാനുള്ളതാണോ? അവരുടെ കയ്യിൽ തോക്കുണ്ട്, അതെനിക്കറിയാം. എങ്ങനെ? ഉദയഭാനു എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ? അത് വെറും വാക്കുകൊണ്ടുള്ള വിരട്ടൽ മാത്രമായിരുന്നില്ല. സുധിയുടെ അരന്ന് തോക്കെടുത്ത് എൻ്റെ പക്കാവാരിക്ക് ചേർത്ത് വെച്ചിട്ടായിരുന്നു അവൻ്റെ ഡയലോഗ്.
എടോ ആ തോക്ക് താൻ ശ്രദ്ധിച്ചോ? അത് റിവോൾവർ ആണോ അതോ പിസ്റ്റൾ ആണോ? അത് ഈ കാഞ്ചിയിൽ അമർത്തുമ്പോ ഒരു റൗണ്ട് തിരിയണ അതല്ലേ റിവോൾവർ? അപ്പൊ റിവോൾവറാ. എടോ താൻ അതിന്റെ കുഴലിന്റെ വാവട്ടം തുളയില്ലേ, അത് ശ്രദ്ധിച്ചോ? എന്റെ കയ്യിലുള്ള തോക്കിന്റെ ആ വലിപ്പുണ്ടോ തുളയ്ക്ക്? പിന്നെ പള്ളക്ക് തോക്ക് ചുണ്ടി പിടിച്ചിരിക്കുമ്പോ അതിനിടയിൽ ഞാൻ വിരലിട്ട് തുളയുടെ അളവെടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോ ഒരു കാര്യം ഉറപ്പാ, സറണ്ടർ ചെയ്യാത്ത സ്ഥിതിക്ക് ആ തോക്ക് കള്ളനാ. ശരി, അവരുടെ തോക്കും തൻ്റെ തോക്കും ഒരുപോലത്തെയാന്ന് വിചാരിക്കുക. നേരത്തെ ചോദിച്ചില്ലേ അടുത്ത് പോലീസ് ഉള്ളപ്പോൾ താനെങ്ങനെ വെടിവെക്കുമെന്ന്? അത് ഉദയഭാനുവിനും ബാധകമല്ലേ? ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്ന് ഉറപ്പ്. അപ്പോൾ അയാളുടെ അടുത്ത് ആളുകളുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ ഉദയഭാനുവിനെ സംശയിച്ച പോലെ പോൾസനെ തന്നെ സംശയിക്കാമല്ലോ, ഇല്ലേ? ഈ പവനായനെ പോലെ കോട്ടും ജാക്കറ്റും ഒന്നും അല്ലല്ലോ, മുണ്ട് ഷർട്ട് ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്. തോക്ക് പുറത്തെടുത്ത് അടുത്തിരിക്കുന്നവരും മുമ്പ് ഇരിക്കുന്നവരും ശ്രദ്ധിക്കില്ലായിരിക്കാം, പക്ഷെ പുറകിരിക്കുന്നവർക്ക് കാണാമല്ലോ. ഗാലറി അല്ലേ? ഇനി ഷൂട്ട് ചെയ്ത് എങ്ങനെയാന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഒരു മാർഗമുണ്ട്. നേരെ മലയാള രമ്യയിലേക്ക് വിളിച്ചാൽ മതി. അവരാകുമ്പോൾ ചാർട്ട് അടക്കം കൃത്യമായിട്ട് വരച്ച് കയ്യിൽ തരും. ഉദയഭാനുവിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെനിക്കും പറ്റൂലോ. ഒന്ന് ട്രൈ ചെയ്യാം. നീ ഇരുന്നേ. നീ ഉദയഭാനു? ഞാനാ ചെറ്റാവില്ല. എക്സാമ്പിള് ഞാൻ ശ്രുതി. ശ്രുതി ആയിരിക്കുമല്ലോ ഷൂട്ട് ചെയ്തിരിക്കുക, അവനാണല്ലോ ഗൺമാൻ. ഇത് കോളയടക്കാൻ, അതായത് സൈലൻസർ. ഇതിങ്ങനെ കൈ പിടിച്ചാൽ ആരും സംശയിക്കില്ലല്ലോ, കോളയല്ലേ. സമയം ഒത്തു വന്നപ്പോ കോളയ്ക്കകത്തേക്ക് ഇടിപ്പിന് തോക്കണം. ഈ കോളയുടെ ക്യാൻ എന്ന് പറഞ്ഞില്ലേ, അത് ഏത് കോള എന്ന് പറഞ്ഞു? റെഡ് ബുൾ, കൊക്കക്കോള, തംസപ്പ്? അത് നോക്കണം. എന്താ മോനെ, റെഡ് ബുൾ ആണെങ്കിൽ നമ്മുടെ റൂട്ട് ക്ലിയറാ. വാ നോക്കാം. എന്താ നീ കാര്യം? ഉദയഭാനു റെഡ് ബുൾ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. അവനതില്ലാണ്ട് പറ്റില്ല. ഒരു ദിവസം മിനിമം ഒരു 5-6 കുടിക്കും. അയാൾ ഗാലറിയിൽ ഇരിക്കണതിന്റെ ഫോട്ടോ വീഡിയോ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അതിന് അവന്റെ കയ്യിൽ ആ റെഡ് ബുള്ളിന്റെ ക്യാൻ ഉണ്ടെങ്കിൽ. അതേസമയം ഗാലറിയിൽ നിന്ന് വേറെ കാലി റെഡ് ബുള്ളിന്റെ ക്യാനൊന്നും പോലീസിന് കിട്ടിയില്ലെങ്കിൽ അവന്റെ കൊതം കോട്ടുവായിടും. അയ്യേ, തനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ പറയാൻ? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു മോശമായിരുന്നു. അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 സാക്ഷികളുടെ മൊഴികൾ, സഫീഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാമ്പ്രിന്റുകളുണ്ട്, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. ഇത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ. റെഡ് ബുൾ, റെഡ് ബുൾ അല്ലേ? രാവിലെ തന്നെ ഡീറ്റെയിൽ നോട്ട് വക്കീലിന് മെയിൽ ചെയ്യണം. ഹൈക്കോടതിയിലേക്ക് ഇന്ന് തന്നെ മൂവ് ചെയ്യണം. കൂടി വന്ന 4 ദിവസം. ഈ 4 ദിവസം എന്നൊക്കെ പറഞ്ഞ സമയം എടുക്കുകയല്ലേ? ഞാൻ ഒരു ഐഡിയ പറയാം. നമ്മളൊരു വീഡിയോ ക്യാമറ എടുത്തിട്ട് രാമനുണ്ണി അതിന്റെ മുന്നിൽ നിന്ന് ഈ കാര്യമെല്ലാം വിശദമായിട്ട് പറയുന്നു. ബാക്കിൽ ഞാനുണ്ടാവും ഒരുറപ്പിനും. ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളുണ്ട് അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് പോൾസിനും മീഡിയക്കും എത്തിച്ചു കൊടുക്കുന്നു. ഈ LTT പ്രവാരനും ബില്ലാദനും ഒക്കെ ചെയ്തില്ലേ, ആ ഒരു ലൈൻ എങ്ങനെയുണ്ട്? താൻ അത്രയ്ക്ക് എന്നെ വളർത്തി വലുതാക്കല്ലേ TC.